അന്ന് സ്വാഭാവികമായിട്ടും കെ വേണുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടും ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഒരു പത്രം തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ ഭാവിയെക്കുറിച്ചോ അതിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ ഈ പത്രത്തിൻ്റെ ഓഫീസിൽ ചെന്ന് അതിൻ്റെ ജോലിയുമായി സഹകരിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ എറണാകുളത്ത് ഈ പത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ പലർക്കും അറിയാത്ത കാര്യമാണ്. എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ നിലപാടിൻ്റെ കാര്യമാണെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, കള്ളം പറയില്ല, ഇനിയുള്ള കാലത്ത് അങ്ങനെ കള്ളം പറയില്ല എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഇതറിയാവുന്ന കാര്യമാണ്. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നു അല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ എത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ. കെ വേണു എന്ന പേര് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരിക്കലും മറക്കില്ല. കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ മാത്രമല്ല, മലയാളിയുടെ ദൈക്ഷണിക ജീവിതത്തിൽ കെ വേണുവിൻ്റെ സംഭാവന നിസ്തുലമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പുസ്തകങ്ങളെക്കുറിച്ചോ അല്ല ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2000-ന് മുമ്പ് അദ്ദേഹം തുടങ്ങിയ ഒരു പത്രത്തിൽ, സമീക്ഷ എന്ന പത്രത്തിൽ കുറച്ചു കാലം ഞാൻ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കലാകൗമുദിയിൽ ജോലി ചെയ്തതിന് ശേഷം കുറച്ചു കാലം ഈ സമീക്ഷയിൽ ജോലി ചെയ്യാൻ കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹം കെ വേണു ഒരിക്കൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ എന്നോട് ഇങ്ങനൊരു പത്രം തുടങ്ങുന്നു, അതുമായി സഹകരിക്കണം എന്ന് പറഞ്ഞു. അന്ന് സ്വാഭാവികമായിട്ടും കെ വേണുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടും ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഒരു പത്രം തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ ഭാവിയെക്കുറിച്ചോ അതിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അടുത്ത ആഴ്ച എറണാകുളത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ ഈ പത്രത്തിൻ്റെ ഓഫീസിൽ ചെന്ന് അതിൻ്റെ ജോലിയുമായി സഹകരിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ എറണാകുളത്ത് ഈ പത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹവുമായി രാവിലെ മുതൽ ഏതാണ്ട് രാത്രി വരെ ഈ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇങ്ങനെ ഒരു മനുഷ്യന് ഇക്കാലത്ത് ഇത്രയും സത്യസന്ധതയോടുകൂടി ഇത്രയും നേരോടുകൂടി ജീവിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു അല്ലെങ്കിൽ സാമൂഹ്യ ജീവി എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുമോ ഒരാൾക്കെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഒരു വാക്ക് പോലും കള്ളം പറയില്ല. എനിക്ക് തോന്നുന്നു അത് നമ്മൾ പലർക്കും അറിയാത്ത കാര്യമാണ്. എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ നിലപാടിൻ്റെ കാര്യമാണെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, കള്ളം പറയില്ല, ഇനിയുള്ള കാലത്ത് അങ്ങനെ കള്ളം പറയില്ല എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഇതറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിക്കാം, അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക നിലപാടുകളോട് വിയോജിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള തരത്തിൽ ഈ സമൂഹത്തിൽ ഒരു വാക്ക് പോലും കള്ളം പറയാതെ, സത്യമല്ലാതെ മറ്റൊന്നും പറയാതെ ജീവിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര പേരെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് അന്നും അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇന്നും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആ പത്രത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം ഞാൻ ഒരു 6 മാസത്തിന് ശേഷം ഞാനൊരു പ്രസാധന സംരംഭവുമായിട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോന്നു. പുസ്തക പ്രസാധനശാല തുടങ്ങി, ന്യൂ ഇന്ത്യൻ ബുക്സ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിരന്തരം സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷവും പലപ്പോഴും തൃശ്ശൂരിൽ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വളരിയിലെ വീട്ടിൽ പോയി കാണുകയും ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അനുഭവം, ഇത്രമാത്രം സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ അപൂർവമായി കിട്ടുന്ന ഭാഗ്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൽ കെ വേണു എടുത്ത നിലപാടുകൾ ചിലപ്പോൾ തെറ്റാണെന്ന് പറയും. അദ്ദേഹം ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലവാരത്തെക്കുറിച്ച് സംശയമുള്ളവരുണ്ടാവും. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ ഇത്രയും സത്യസന്ധതയോടുകൂടി ജീവിക്കാനും, അല്ലെങ്കിൽ മറ്റൊരു അനുഭവം എനിക്കുള്ളത്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ എഡിറ്റോറിയൽ
ജോലികൾ ചെയ്യുന്ന 4-5 ചെറുപ്പക്കാരും കെ വേണുവും കൂടി അടുത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം ചോറും മീൻകറി, മീൻ വറുത്തതും ഒക്കെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യും. അദ്ദേഹം വെജിറ്റേറിയൻ ഊണ് മതിയെന്ന് പറയും. അപ്പോൾ ഞങ്ങളത് അന്നത്തെ പ്രായത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞങ്ങളൊക്കെ ഊണ് കഴിക്കും. വേണുവും ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ കുറച്ച് നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത്രയും പണം ലാഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വെജിറ്റേറിയൻ കഴിക്കുന്നത്. അദ്ദേഹത്തിന് മത്സ്യം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നില്ല. പകരം ഈ പത്രത്തിൻ്റെ ചിലവിലാണല്ലോ ഈ ഊണ് കഴിക്കുന്ന പൈസയും കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും പൈസ ലാഭിക്കാൻ വേണ്ടി അദ്ദേഹം ഊണിൽ നിന്ന് ഈ മത്സ്യം ഒഴിവാക്കും, മറ്റുള്ളവർക്ക് അത് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്വയം ത്യജിച്ച് വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ് നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്ന മലയാളി. ഒരുപക്ഷെ ഇന്നും വേണ്ട തരത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത കെ വേണു. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നു അല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ എത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ് ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ.